ഹലോ ഗൈസ്, ഐ എം ഫാത്തിമ റൈഹാന. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി വെച്ചാൽ തമിഴ്നാട്ടിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇത് നമ്മളെ ബസ് സ്റ്റോപ്പാണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ അല്ലേ. അപ്പോൾ നമ്മൾ പോകുന്നത് പാക്കണ തമിഴ്നാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ എൻ്റെ ഫാമിലി ഉണ്ട്. അപ്പോൾ ഞാൻ ഒറ്റക്കാണ് പോണത്. ഫസ്റ്റ് നമുക്ക് സുൽത്താൻ ബത്തേരിയിൽ എത്തണം. അപ്പോൾ നമ്മളെ KSRTC ബസ് വരുന്നുണ്ട്. അങ്ങനെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് സുൽത്താൻ ബത്തേരിക്ക് എത്താൻ ഏകദേശം അരമണിക്കൂറിൻ്റെ മേലുണ്ട് നമ്മളെ പെരേൻ്റെ ഇവിടുന്ന്. അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഈ ഒരു സ്ക്രീനും അതേപോലെ സ്പീക്കറും. നമ്മളെ KSRTC ഇപ്പോൾ കുറച്ച് മോഡേണൊക്കെ ആയി വരുന്നുണ്ട്. അങ്ങനെ അരമണിക്കൂറിന് ശേഷം ഞാൻ സുൽത്താൻ ബത്തേരിയിലെത്തി. ഇനി നമ്മൾ സ്റ്റാൻഡിലേക്ക് പോകണം. അപ്പോൾ ഇതാട്ടോ നമ്മളെ സ്റ്റാൻഡ്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴത്തേക്കും ബസ് അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓടി കയറുകയാണ്. രാവിലെ തന്നെ ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഉണ്ടായിക്കില്ല. അങ്ങനെ നമുക്ക് ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടി. പിന്നെ ഫ്രണ്ടിൽ ഇരിക്കാനും ഒരു കാരണം വെച്ചാൽ ഫസ്റ്റിന് ഇതേപോലെ നല്ലൊരു വ്യൂ കിട്ടും. പിന്നെ മെയിനായിട്ട് കാരണം വെച്ചാൽ ഫ്രണ്ടിൽ ഇരുന്നാൽ നമ്മൾ അധികം ആൾക്കാർ ശ്രദ്ധിക്കൂല. ഇനിയിപ്പോൾ ശ്രദ്ധിച്ചാൽ തന്നെ ഓര് നമ്മളെ ബേക്കിലാണ്. അപ്പം നമ്മളത് കാണൂല. സംഭവം ഓര് എന്നെ നോക്കുമ്പോൾ ഞാൻ ശരിക്കും നല്ല ഇൻട്രോവേർട്ട് ആവുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഇരുന്നാൽ ആ ഒരു സീൻ ഉണ്ടാവില്ല. പിന്നെ ഈ വഴി കാണുമ്പോൾ എനിക്ക് എൻ്റെ +2 ലൈഫാണ് ഓർമ്മ വരുന്നത്. +2 ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെമ്മറി തന്നെയാണ് +2 ലൈഫ്. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കാരണം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് എൻ്റെ ചെയ്യുന്നത്. അപ്പോൾ ഈ പോണ വൈക്ക് കാണുന്നതാണ് നമ്മളെ സർവജന സ്കൂള്. അപ്പോൾ ഇവിടെ ഞാൻ +1 +2 VHSC ആണ് പഠിച്ചത്. പിന്നെ അത്യാവശ്യം നല്ല കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് അത്ര തണുപ്പ് തോന്നിയിട്ടില്ല. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമ്മളിപ്പോൾ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്താനായിക്കണ്. അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ്. ഇപ്പോൾ രണ്ട് സൈഡ് നല്ല കാടും ആ ഒരു കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു പോസിറ്റീവ് മൈൻഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെ അടുത്തുണ്ട് പാട്ടയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താൻ. അപ്പോൾ അവിടെ നിന്നും നമുക്ക് ഇനി ഒരു ബസ് കയറണം. അത് 9 മണി 9:30 ഒക്കെ ആവും. അറിയില്ല എങ്ങനെയാണെന്ന്. അവിടെ പോയാലേ നമുക്ക് അറിയുള്ളൂ എന്താ അവസ്ഥ എന്ന്. പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു. കാരണം എനിക്ക് അവിടെ പോസ്റ്റായിട്ട് ഇരിക്കണ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. നമുക്ക് പോയി നോക്കാം എന്താ അവസ്ഥ എന്ന്. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റിലെത്തി. അപ്പോൾ പാട്ടയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ എത്താനായിക്കണ്. അപ്പോൾ ഇതാണ് നമ്മൾ ചെക്ക് പോസ്റ്റ്. അങ്ങനെ പാട്ടയിലെത്തി. അപ്പോൾ ബസ് കാത്തിക്കാണ്. ഇവിടെ ഏകദേശം അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പാക്കണം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ബസ് കിട്ടിയത്. പിന്നെ ഇവിടെ അരമണിക്കൂർ പോസ്റ്റായി. അപ്പോഴാണ് ഈ ബസ് വന്നത്. പിന്നെ മെയിനായിട്ട് പ്രശ്നം വെച്ചാൽ എനിക്കാണ് തമിഴും അറിയില്ല, ഈ കണ്ടക്ടറിനാണെങ്കിൽ മലയാളവും അറിയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സ്ഥലം കണ്ടാൽ മനസ്സിലാവും, അവിടെ നിർത്തി തന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഒരു വിധത്തിൽ ഞാൻ ഇവിടെ ഇങ്ങനെയൊക്കെ എത്തി, അൽഹംദുലില്ലാഹ്. പിന്നെ ഈ ഒരു ഇടവഴിക്കൂടെ കുറച്ച് നടക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു വ്യൂ പറഞ്ഞതൊക്കെ തന്നെയാണ്. അങ്ങനെ ഒരു 9:45 10 മണി ആയപ്പോഴത്തേക്കും നമ്മൾ പെരയിലൊക്കെ എത്തി. ഇത് അമ്മായിൻ്റെ ഒരു പൂച്ചയാണ്. ആള് കാണുന്ന പോലെ അല്ല, നല്ല വികൃതിയാണ്. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചായിരുന്നു, കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് അവിടേക്ക് എത്തിയപ്പോഴേക്ക് അത്യാവശ്യം നല്ല ടയേർഡായിക്കണേ. പിന്നെ നമ്മൾ ഓരോ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയി. ഇതിൻ്റെ ഉപ്പാൻ്റെ ഉമ്മ കേട്ടോ, ആളെ ചിരി നല്ല അടിപൊളിയാണ്. അങ്ങനെ കുറച്ച് ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന്. പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ എനിക്ക് അവിടുന്ന് പോരേണ്ടി വന്ന്. കാരണം ഫ്രണ്ടിൻ്റെ ബ്രൈഡൽ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോസും കൂടി ഞാൻ ഇതിൽ ആഡ് ആക്കുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. കൂടെ കസിൻസൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ലേറ്റ് ആയിക്കണ്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.